ഗൾഫിലൊക്കെ ജോലി നോക്കുന്ന ആളുകൾ ഈയിടെയായി ഒരു കൺഫ്യൂഷനിലാണ്. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഒരു റീൽ ടോപ്പിക് കിടന്ന് കറങ്ങുന്നുണ്ട്. ഗൾഫിൽ ജോലി നോക്കുന്ന ആളുകൾക്ക് അവരുടെ CV ATS ഫോർമാറ്റിൽ അല്ലെങ്കിൽ ജോബ് ശരിയാവാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം കണ്ടന്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ATS CV ഉണ്ടെങ്കിലേ ഗൾഫിൽ ജോബ് സെറ്റ് ആവൂ എന്ന വാദം ശരിയാണോ അല്ലേ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. എന്നൊരു വിഷയത്തിലേക്ക് വരാം. അതിനു മുന്നേ എന്താണ് ATS എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ചുരുക്കി എന്ന് പറയാം. ATS എന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയറിന്റെ പേരാണ്. നിങ്ങൾ ഒരു കേസ് സ്റ്റഡി വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുന്നത്, അതായത് പെപ്സി കമ്പനി ഒരു ഡ്രൈവർ വാക്കൻസി പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ആ ഡ്രൈവർ വാക്കൻസിക്ക് ലക്ഷക്കണക്കായ ആളുകൾ അപേക്ഷിക്കും ഓൺലൈനിൽ അല്ലെ. അപ്പൊ ഈ ലക്ഷക്കണക്കായ ആളുകളിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമുള്ള കഴിവുള്ള ആളുകളെ മാനുവലി പേപ്പറിൽ CV പ്രിന്റ് എടുത്തിട്ട് നോക്കി ചെക്ക് ചെയ്യാന്നുള്ള ഒരിക്കലും പോസിബിൾ അല്ല. അവിടെയാണ് ATS സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് കമ്പനികളൊക്കെ. ഈ ATS സോഫ്റ്റ്വെയറിലേക്ക് അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യമുള്ളതെന്ന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഡ്രൈവർ വിത്ത് ഗൾഫ് എക്സ്പീരിയൻസ്, അറബി സംസാരിക്കാൻ അറിയുന്ന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ പോസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ മാനദണ്ഡം മാച്ച് ചെയ്യുന്ന CV ATS സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, ഈ ലഭിച്ച CVയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ കമ്പനികളൊക്കെ ആളുകൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ CV ATS ആണെങ്കിലാണ് ആ സമയത്ത് അത്തരം ഷോർട്ട് ലിസ്റ്റിംഗിൽ പെടുക എന്നുള്ളതാണ് അതിന്റെ ബേസിക്. ഓക്കെ, അപ്പൊ ATS എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ATS CV ആയിരിക്കണോ വേണ്ടേ എന്ന് നോക്കാം. അതിനു മുന്നേ എന്താണ് ATS CVയുടെ ക്വാളിഫിക്കേഷൻ, അതായത് ഒരു ATS CV എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഇനി അടുത്ത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ATS സിസ്റ്റം എന്നാണ്. ഇനി ATS CV എങ്ങനെ ആയിരിക്കണം എന്ന് അതിന്റെ ഒരു ബേസിക് ആണ് ഇനി പറയാൻ പോകുന്നത്. ATS CV എന്ന് പറഞ്ഞാൽ അധികം കളറും ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് പരമായിട്ട് ഒന്നാമത്തെ വിഷയം ഇതാണ്. ഓവർ കളറോ ഓവർ എക്സസ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അത് എന്താ പറയാ മാർക്കുകളോ അതല്ലെങ്കിൽ ബുള്ളറ്റ് അല്ലെങ്കിൽ ഷേപ്പുകൾ ഒന്നും CVയിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ രണ്ടാമത് കീവേഡാണ് പ്രധാനം. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ആ ഒരു വേക്കൻസിയിലെ ഉദാഹരണം ഇപ്പൊ അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി കീവേഡുകളുണ്ട്. അക്കൗണ്ട്സ് ജോലി ചെയ്യുന്ന ആളുകൾ പൊതുവെ ചെയ്യാൻ സാധ്യതയുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങി ഇൻഡസ്ട്രി കീവേഡുകളും പ്ലസ് നിങ്ങൾ ഏത് കമ്പനിയിലാണോ ജോലിയൊക്കെ അപേക്ഷിക്കുന്നത് ആ കമ്പനി അക്കൗണ്ട് വാക്കൻസിയുമായി ബന്ധപ്പെട്ട ഒരു പത്രപരസ്യം എന്ന് പറയുന്ന പോലെ ഒരു പരസ്യം ചെയ്യുന്നുണ്ടാവുമല്ലോ, അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് സോ ആൻഡ് സോ ക്വാളിഫിക്കേഷനുള്ള ആ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കീവേഡും നമ്മുടെ CVയിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ CV ഒരു പെർഫെക്റ്റ് ATS CV ആവുക. അപ്പൊ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജോബിന് മാച്ച് ആവുന്ന ഒരു കോമൺ ATS CV നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു വേക്കൻസിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ആ വേക്കൻസിയിൽ അവർ കൊടുത്തുള്ള നോട്ടിഫിക്കേഷനിലുള്ള കീവേഡ് കൂടി ഇതിൽ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ CV ഒരു പെർഫെക്റ്റ് CV ആവുന്നത്. ആ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മളെ സ്പെഷ്യലി സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കട്ടോ. കോമൺ ആയിട്ടൊരു ATS CV നിങ്ങളുടെ കയ്യിലുണ്ടാവാം, എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ വേക്കൻസിക്ക് അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് പെട്ടെന്ന് ലഭിക്കുക എന്ന് മനസ്സിലാക്കാം. ഇനി പറയാൻ പോകുന്നത് എല്ലാ ജോബിനും ഇതുപോലെ ATS CV മസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന്റെ ആൻസറാണ്. ആക്ച്വലി നിങ്ങൾ എവിടെയാണ് ഏത് കമ്പനിയിലാണ് ഈ CV കൊടുക്കുന്നത് എന്നതിനനുസരിച്ചാണ് അതിന്റെ ഉത്തരം. ഫസ്റ്റ് ഓഫ് ആൾ രണ്ട് കേസ് പറയാം. ഒന്ന്, ഓൺലൈൻ ജോബ് പോർട്ടലുകളിൽ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത്, ഇപ്പോൾ ഇൻഡീഡ്, ഗൾഫ് ടാലന്റ്, ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റിലേക്ക് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കൂലേ, ആ സമയത്ത് നിർബന്ധമായി ATS ഫോർമാറ്റ് ഉണ്ടാവണം, നല്ലതാണ്. അപ്പോഴാണ് നിങ്ങളുടെ ജോബ് കാര്യങ്ങളൊക്കെ ഈ ATS അല്ലെങ്കിൽ ജോബ് സൈറ്റിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതുപോലെ പല കമ്പനികളും ഇത്തരം പ്രൊഫൈലുകൾ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് വിത്ത് അറബിക് ലാംഗ്വേജ് എബിലിറ്റി ഉള്ള ആളെ വേണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറബി അറിയാം, നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ഏതെങ്കിലും കമ്പനി സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ATS ഫോർമാറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യത. രണ്ടാമത്തെ വിഷയം, ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളിലാണ് നിങ്ങൾ CV അപേക്ഷിക്കുന്നതെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ കരിയർ പേജിൽ ഇപ്പോൾ എമിറേറ്റ്സ് അങ്ങനത്തെ വലിയ വലിയ കമ്പനികളൊക്കെ കൊടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ATS ഫോർമാറ്റിന് വേണം. അപ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുള്ളൂ. ഈ രണ്ട് കേസിലാണ്, ഒന്ന് ജോബ് സൈറ്റുകൾ കൊടുക്കുമ്പോൾ, രണ്ട് കോർപ്പറേറ്റ് കമ്പനികളിൽ ഓൺലൈൻ ത്രൂ കൊടുക്കുമ്പോൾ. അതുപോലെ വലിയ കമ്പനി എന്ന് നമുക്ക് ഏകദേശം അറിയാലോ, ഫ്രീസോൺ കമ്പനി ഒക്കെ അധികാറും ഈ പറയുന്ന ATS ഫോർമാറ്റിൽ ഉള്ള CVകളാണ് കുറച്ചുകൂടി അവിടെ നമുക്ക് ഫലപ്പെടുക. ഇനി ചെറിയ കമ്പനികളിലൊക്കെ, അതായത് ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ, കഫ്റ്റീരിയ, ഗ്രോസറി, പച്ചക്കറി കട, ബാർബർ ഷോപ്പ്, ഇവിടെയൊക്കെ ജോലി നോക്കുന്ന ആളുകളിലെ അവരൊക്കെ
പഴയ ഫോർമാറ്റിലുള്ള CV മതി എന്നാണ് എന്റെ അഭിപ്രായം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ ATS ഫോർമാറ്റിലെ CV നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ പറയുന്ന സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അതിൽ ഫോട്ടോ കാര്യങ്ങൾ പൊതുവെ ATSൽ വെക്കാറില്ല. പിന്നെ CV കാണുമ്പോൾ വലിയ മേനൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ജോബ് മാർക്കറ്റിൽ CV ഇങ്ങനെ കാണാൻ കളർഫുൾ ആയിരിക്കണം എന്നല്ല, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും റീഡബിൾ ആയ രീതിയിൽ വൃത്തിയിൽ എന്താ പറയുക, ആ ഒരു ഫോർമാറ്റിൽ വൃത്തിയിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക, ഫോണ്ടൊക്കെ ബേസിക് ഫോണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ATSന്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞു. എന്നാൽ ഇങ്ങനത്തെ ചെറുകിട സ്ഥാപനങ്ങൾ, ഗ്രോസറി, കഫ്റ്റിയിൽ ഇവിടെയൊക്കെ CV കൊടുക്കുന്ന ആള് നല്ല അത്യാവശ്യം കാണാൻ ഒരു മേനുള്ള ഓവർ കളർഫുൾ കാര്യങ്ങളല്ല, സിമ്പിൾ ആയിട്ട് ഡിസൈൻ തന്നെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം അവര് ഫോട്ടോ ആളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും, ആളെ എങ്ങനെ എന്ന്. നേരെ കുറച്ച് വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ആളോ അത് അല്ലെങ്കിൽ കളറോ നിറോ എന്നല്ല അവർ നോക്കുക, അവർ ക്വാളിഫിക്കേഷൻ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നിങ്ങൾ ആർക്കാണോ CV അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, ഓൺലൈനായിട്ടാണോ ജോലിക്ക് അപേക്ഷിക്കുന്നത്, അതിനനുസരിച്ചാണ് ATS വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ജോബ് സൈറ്റുകളിലും കമ്പനികളുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുമ്പോഴും ATS CV മസ്റ്റാണ് എന്നാണ് എന്റെ അനുഭവം, അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളോട് ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ചെറുകിട സ്ഥാപനങ്ങളിൽ, കഫ്റ്റീരിയ, ഗ്രോസറി ഇങ്ങനത്തെ കടകളിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകൾ നോർമൽ CV ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുപോലെ CVന്റെ കൂടെ ഒരു കവർ ലെറ്റർ കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കോർപ്പറേറ്റ് കമ്പനിയിൽ നമ്മൾ CV അപേക്ഷിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുകയാണെങ്കിൽ ഒരു കവർ ലെറ്റർ കൂടി നിങ്ങൾ എന്താണ് എന്തല്ല എന്നതിന്റെ ഒരു കവർ ലെറ്റർ കൂടി വെച്ച് കുറച്ചുകൂടി റിസൾട്ട് ലഭിക്കും. രണ്ടാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവെ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, ഞാൻ ഈ പറയുന്ന ചെറുകിട സ്ഥാപനങ്ങളില്ലേ, ഇത്തരം കടകളിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകൾ CV അയക്കുമ്പോൾ അവര് ജസ്റ്റ് CV അയച്ചിട്ടിട്ട് വെയിറ്റ് ചെയ്യും, ഇപ്പൊ റിപ്ലൈ കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾ ഒരാൾക്ക് CV അയക്കുമ്പോൾ നിങ്ങൾ ഒരാളാണെങ്കിലും ലഭിക്കുന്ന ആളുടെ, സ്വീകരിക്കുന്ന ആളുടെ ഫോണിൽ ഒരുപാട് CV വന്നിട്ടുണ്ടാവും. അപ്പൊ ആ CV നിങ്ങൾ അയക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുകയും വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ അയക്കുന്ന CVന്റെ കൂടെ 1 മിനിറ്റുള്ള ഒരു വോയിസ് അയക്കാം. ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം, നിങ്ങൾ ഏത് ഭാഷയിലാണെങ്കിലും 1 മിനിറ്റുള്ള വോയിസ് കൂടി ഈ CVന്റെ കൂടെ അയക്കുകയാണെങ്കിൽ ഈ CV ലഭിക്കുന്ന ആൾക്ക് ഇത് നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താണ്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ അറിയാം, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 1 മിനിറ്റുള്ള വോയിസ് കൂടി അതിന് കൂടെ അയച്ചാല് ആ CV കിട്ടുന്ന ആള് ആ വോയിസ് കേട്ട് ഓക്കെ ആണെങ്കിൽ, അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ CV തുറന്നു നോക്കും. അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ ആവശ്യമായി നിങ്ങളുടെ CV ക്വാളിഫിക്കേഷൻ മാച്ച് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ CV തുറന്നു നോക്കും. അല്ലെങ്കിലൊന്നും അധികം ആളുകൾ CV ഒന്നും തുറന്നു നോക്കില്ല, കാരണം എല്ലാവരും ബിസിയാണ് ഇവിടെ. അപ്പൊ നിങ്ങളൊരു ക്വാളിഫൈഡ് ആയ ആള് CV അയച്ചിട്ട് അയാൾക്കത് നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഈ 1 മിനിറ്റുള്ള വോയിസ് നിങ്ങൾ അയക്കുന്നത് എന്തുകൊണ്ട് ഉപകരിക്കും. കുറെ ലോങ് ആയിട്ടുള്ള വോയിസ് അയക്കരുത്, അതാണ് 1 മിനിറ്റുള്ള വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും വാട്സപ്പിൽ CV അയക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു വോയിസ് കൂടി അയക്കുക. രണ്ടാമത്, നമ്മൾ ആർക്കെങ്കിലും വാട്സപ്പിൽ ഒരു CV അയച്ചാൽ, ഇപ്പൊ ഉദാഹരണം പറയാൻ, നിങ്ങൾ ആരുടെങ്കിലും സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ന ആളുടെ അയാൾക്ക് CV അയച്ചോ, നമ്പർ തന്നാല്, കമ്പനിയുടെ മാനേജറോ HR ആരെങ്കിലും നമ്പർ തന്നാൽ CV അയക്കുമ്പോൾ നിങ്ങൾ അയച്ച് 1 മിനിറ്റുള്ള വോയിസും കൂടെ അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ ആളുകൾക്ക് മിസ് കോൾ അടിക്കുക, അതുപോലെ ഈ CV ടാഗ് ചെയ്ത് കണ്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുകയാണ്, എന്താ റിപ്ലൈ തരാത്തത്, അങ്ങനെയല്ല. കമ്പനിന്റെ ആളുകളൊക്കെ ചിലപ്പോൾ നോക്കും, ഇന്ന് വെയിറ്റ് ചെയ്യുക, ഇയാൾ എങ്ങനെ റിപ്ലൈ ഡിലേ, അയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. സോ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമ്മൾ ഈ മിസ് കോൾ അടിക്കുന്നതും അതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതൊന്നും ഒരു അതബില്ല, ഒരു മര്യാദ ഇല്ലാത്ത പരിപാടിയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾ കാണുന്നത്. അതുപോലെ അയച്ച മെസ്സേജ് പരമാവധി ഡിലീറ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാം. UAE വിസ സംബന്ധമായ പൊതുവായ സംശയങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.